മസ്ജിദുൽ ഹറമിൽ അജിയാദ് റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അജിയാദ് ഒരുപാട് ആളുകൾ ചെറിയ ഒരു ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കോർണറിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ബിസ്കൂത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2022 ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് എത്തുമ്പോൾ അന്നുണ്ടായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. മസ്ജിദുൽ ഹറമിൽ അജിയാദ് റോഡിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അജിയാദ് റോഡിന് ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ കയറി ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് പിന്നെ ആ മത്താഫൊക്കെ കഴിഞ്ഞ ഉള്ളിലേക്ക് പള്ളിയിൽ കയറിയിരിക്കണം. സുബഹ് നമസ്കാരത്തിന് കുറേ മുമ്പ് നമ്മളെടുത്തല്ലോ. അപ്പോൾ സുബഹ് നമസ്കാരം കഴിഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് ആളുകൾ ചെറിയ ഒരു ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ചായ കുടിക്കുന്ന ഒരു പ്രതീതിയാണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അല്ല, നമ്മുടെ മനസ്സിൽ ആ ഒരു സമയത്ത് ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഈ ആളുകളെല്ലാവരും വരുന്നൊരു സ്ഥലം നോക്കുമ്പോൾ ഒരു കോർണറിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ആ കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഫ്ലാസ്കുകൾ, ഒരു വലിയ 2-3 ബാഗിൽ ഫ്ലാസ്കുകളിൽ ചായ കൊണ്ടുവന്ന ഒരാൾ, പ്രായമായ ഒരാൾ, അദ്ദേഹം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബാഗിൽ നിന്നും ഒരു കവറുണ്ട്. ആ കവറിൽ നിന്ന് എന്തിൻ്റെ മുന്നിലൊരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബിസ്കൂത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിസ്കൂത്ത്. അപ്പോൾ അതിങ്ങനെ കൈകൊണ്ട് വാരി അതിലേക്ക് ഇടും. അത് ആൾക്കാർ 1, 2, 3 എത്രയോ എടുത്ത് പോകുന്നു. കഴിയുമ്പോൾ വീണ്ടും വാരിടും. ഇതൊക്കെ അതിന് അദ്ദേഹം മാത്രമേ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞാനും അവിടെ പോയി നിന്നു. അപ്പോൾ എൻ്റെ ഒരു ചായ അദ്ദേഹം ചോദിച്ചു, ചായ ഹലീം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഹലീം. അപ്പോൾ പാൽ ചായയാണോ അവിടെ കട്ടനാണോ? അപ്പോൾ ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവന്നത്. പിന്നീട് എല്ലാ ദിവസങ്ങളിലും ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾ സുബഹ്സ്കാരത്തിന് അവിടെ പോവും. ഇത് കഴിഞ്ഞിട്ട് ചായ കുടിക്കും. ഭയങ്കര മനസ്സിനൊരു സന്തോഷം. അദ്ദേഹത്തിൻ്റെ പിന്നെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിലുള്ള ചായയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ആ സൈഡിൽ ഇങ്ങനെ ചാരി കൈയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഉറങ്ങും. എന്നിട്ട് ലുഹാ നമസ്കാരത്തിൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ ലുഹാ നമസ്കരിച്ച് പിന്നെ ബാഗ് എല്ലാം എടുത്തിട്ട് അദ്ദേഹം 2 ബാഗ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ കയ്യിൽ 2 എല്ലാം കൂടി എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പറയാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാഹ് അതൊക്കെ കഴിഞ്ഞ് 2024 വീണ്ടും പോകാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ മക്കളൊക്കെ ആയിട്ട് വന്ന് പോയത്. പിന്നെ ആ സമയത്ത് ഞാൻ ജസ്റ്റ് വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, അന്ന് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആൾ, പ്രായമായിട്ടുള്ള ഒരാൾ ചായയൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. ആ സുബയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ തണുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ചായ കിട്ടുകയാണെങ്കിൽ ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ പോയി നോക്കാം. അപ്പോൾ വൈഫ് അതേപോലെ തന്നെ ഒരു സ്ത്രീകൾക്ക് മാത്രമല്ല അവിടെ ഇരുന്നു. ഞങ്ങൾ ഏകദേശം അവിടെ ഞാനും മോനൊക്കെ അവിടെ പോയിരുന്നു. അൽഹംദുലില്ലാഹ് ഇദ്ദേഹം എന്തുണ്ട് 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ പഴയ സ്ഥലത്ത് തന്നെ ആ ചായയും ഈ ബിസ്ക്കറ്റൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ ഉണ്ടാക്കണതിന് പ്രത്യേക ഒരു നമ്മുടെ നാട്ടിലൊരു വർക്ക് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ളത്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ അവിടെ പോകും, ചായ കിട്ടും. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്രാവശ്യം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു, സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ ഒരു ചായ കിട്ടണം അവിടെ നിന്ന് ആഗ്രഹം. തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഉള്ളിലേക്ക് കയറാൻ മടിയാണല്ലോ. പിന്നെ ഒരു സ്ഥലത്ത് അജിയാദ് റോഡിലാണ് ഇങ്ങനെ കയറി ഉള്ളോട്ട് പോവുകയാണെങ്കിൽ അവിടെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒരു പ്രായമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചായയൊക്കെ ഇങ്ങനെ നൽകാറുണ്ട്, ബിസ്ക്കറ്റൊക്കെ കൊടുക്കാറുണ്ട്. ജസ്റ്റ് അപ്പോൾ എന്നോട് ഇങ്ങനെ അവിടെ എത്തിയിട്ട് ആൾ വാട്സപ്പിൽ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഉംറയ്ക്ക് നിർവഹിച്ച് 2ാമത്തെ ദിവസം അവിടെ എത്തുമ്പോൾ ഇദ്ദേഹം ഉണ്ടത്രേ ഈ ചായയും ഫ്ലാസ്കൊക്കെ. ആരും അല്ലേ, നിങ്ങൾ ആലോചിക്കും, വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും സുബഹിന് ശേഷം ഏതോ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് ഇതുപോലെയുള്ള തീർത്ഥാടകർക്ക് വേണ്ടി തങ്ങളുടെ വീടുകളിൽ നിന്നും ചായകൾ തയ്യാറാക്കിയിട്ട് അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ്. ഞാൻ മനസ്സിലാക്കണേ 100 കണക്കിന് ആളുകൾക്ക് ആ ചായ കിട്ടുന്നുണ്ടാവുന്നത്. ചെറിയ ഗ്ലാസ് ആണെങ്കിലും എത്രയോ ഗ്ലാസ്സുകളായിട്ട് അദ്ദേഹം വരുന്നു. ഒരു ബാഗ് നിറയെ ബിസ്ക്കറ്റുകൾ. ഈ ബിസ്ക്കറ്റ് എല്ലാ ദിവസവും ഉണ്ടാക്കണമല്ലോ. അദ്ദേഹം അത് നിർവഹിക്കും, അദ്ദേഹത്തിന് വീട്ടുകാർ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ഒരിക്കൽ പോലും കാണാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി സേവനം നടത്തുന്ന ഒരുപാട് ഇതുപോലെയുള്ള മഹാന്മാരായ ആളുകളുണ്ട് അവിടെ. നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ നേരെ താഴെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അമീറായി പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും എന്നെ പല ആൾക്കാരും എന്ത് ചെയ്യും, അമീറിൻ്റെ വക ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാവരും കൊണ്ടുപോകും. എൻ്റെ വക അവിടെ ചായ ഉണ്ട്. അവിടെ പോയാൽ ചായ, ഗഹ്വ, അതുപോലെ തന്നെ നല്ല റുത്തുബ, ആ സമയമൊക്കെയാണെങ്കിൽ അതുപോലെ വ്യത്യസ്തമായ ഈത്തപ്പഴങ്ങൾ ഒക്കെ ഇതിങ്ങനെ ഓരോരുത്തർ അവിടെ കൊണ്ടുപോയി വിതരണത്തിന് വേണ്ടി ഇങ്ങനെ കൊടുക്കണം. ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഉംറ കഴിഞ്ഞ് നിർവഹിച്ച് വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഈ കാര്യങ്ങൾ പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഒരേ ആളുകൾ എത്രയോ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ അനുഭവങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ പങ്കുവെക്കാനുള്ള സമയമായതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പങ്കുവെക്കണം.